നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മലപ്പുറം ചട്ടിപ്പറമ്പിൽ പ്രസവിച്ച യുവതി മരിച്ചു. പെരുമ്പാവൂർ സ്വദേശിനിയായ അസ്മയാണ് 5ാമത്തെ പ്രസവത്തിൽ മരിച്ചത്. പ്രസവത്തിൽ അസ്മ മരിച്ചതിന് പിന്നാലെ ആരെയും അറിയിക്കാതെ രാത്രി തന്നെ ആംബുലൻസ് വിളിച്ച് മൃതദേഹവും നവജാത ശിശുവുമായി സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് പോയി. തുടർന്ന് പോലീസ് എത്തി മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയായിരുന്നു യുവതി വീട്ടിൽ പ്രസവിച്ചത്. പ്രസവത്തെ തുടർന്നുണ്ടായ അമിത രക്തസ്രാവമാണ് യുവതിയുടെ മരണത്തിന് കാരണമായത്. EMSന് ശേഷം കേരളത്തിൽ നിന്നുള്ള ഒരാൾ CPIMനെ നയിക്കാനെത്തിയിരിക്കുന്നു. MA ബേബി CPIM ജനറൽ സെക്രട്ടറി ആകുമെന്ന് പാർട്ടി കോൺഗ്രസിന് മുൻപ് തന്നെ ചർച്ചകൾ ഉയർന്നിരുന്നു. എന്നാൽ ബംഗാൾ ഘടകം ബേബി പക്ഷത്തായിരുന്നില്ല. അശോക് ധാവളെ സെക്രട്ടറി ആവണമെന്നായിരുന്നു പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെയും ആഗ്രഹം. പുതിയ 85-അംഗ കേന്ദ്ര കമ്മിറ്റിക്ക് 24-ാം പാർട്ടി കോൺഗ്രസിന്റെ അംഗീകാരം. TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലീഖ തുടങ്ങി 3 പേരാണ് കേരളത്തിൽ നിന്നും പുതുതായി കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മന്ത്രിമാരായ MP രാജേഷിനും മുഹമ്മദ് റിയാസിനും കേന്ദ്ര കമ്മിറ്റി അംഗത്വം ലഭിച്ചില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ 17 വനിതകളാകും ഉണ്ടാവുക. കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്ന പ്രായം 75 തന്നെയാണ്. എന്നാൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് യൂസഫ് തരിഗാമിക്കും ശ്രീമതി ടീച്ചർക്കും ഇളവുണ്ട്. ആശാ വർക്കർമാരുടെ സമരത്തിൽ നിലപാട് മയപ്പെടുത്തി INTUC. സമരത്തിനൊപ്പമാണ് സംഘടനയെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ നിലപാട് തിരുത്തി. KPCC നേതൃത്വത്തിന്റെ താക്കീതിന് ശേഷമാണ് R ചന്ദ്രശേഖരന്റെ മലക്കം മറച്ചിൽ. ഇന്നലെ KPCC ഓഫീസിൽ നേരിട്ടെത്തി വിശദീകരണം നൽകിയ ശേഷമാണ് R ചന്ദ്രശേഖരന്റെ നിലപാട് തിരുത്തൽ. സമരത്തിനോട് അനുഭാവപൂർണമായ സമീപനമാണ് ഉള്ളതെന്ന് R ചന്ദ്രശേഖരൻ പറഞ്ഞു. കളമശ്ശേരി സർക്കാർ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ 3ാം വർഷ MBBS വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് ഹോസ്ദുർഗ് സ്വദേശി അമ്പിളിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11:45-നായിരുന്നു സംഭവം. സഹപാഠികളാണ് കോളേജ് ഹോസ്റ്റലിന്റെ 3ാം നിലയിലെ മുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ വിദ്യാർത്ഥിനിയെ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. IBയിലെ വനിതാ ഓഫീസറുടെ ആത്മഹത്യയിൽ പോലീസ് പ്രതി ചേർത്ത IB ഓഫീസർ സുകാന്ത് സുരേഷിനെതിരെ 2 വകുപ്പുകൾ കൂടി ചുമത്തി. സുകാന്തിന്റെ പുതിയ ബന്ധത്തെക്കുറിച്ച് IB ഉദ്യോഗസ്ഥയായ യുവതി അറിഞ്ഞിരുന്നുവെന്നും മൊഴി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, പണം തട്ടിയെടുക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. നേരത്തെ ബലാത്സംഗം, വഞ്ചന, ആത്മഹത്യാ പ്രേരണ വകുപ്പുകൾ ചുമത്തിയിരുന്നു. ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും 52 ഗ്രാം MDMAയുമായി യുവതിയടക്കം 3 പേരെ പോലീസ് ഡാൻസ് ഓഫ് സംഘം പിടികൂടി. ചിറയൻകീഴ് സ്വദേശിയും നിരവധി ലഹരിമരുന്ന് കേസുകളിലെ പ്രതിയുമായ സുമേഷ്, കഠിനംകുളം സ്വദേശി ജെഫിൻ, പാലക്കാട് സ്വദേശിയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന് സമീപത്തെ സ്പാ ജീവനക്കാരിയുമായ അഞ്ജു എന്നിവരെയാണ് ഇന്ന് രാവിലെ 7:30-യോടെ പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് MDMAയുമായി പോവുകയായിരുന്നു ഇവർ. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ രാമേശ്വരത്തെ പുതിയ പാമ്പൻ റെയിൽപാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനു സമർപ്പിച്ചു. തുടർന്ന് രാമേശ്വരത്ത് നിന്നും താമ്പരത്തേക്കുള്ള പുതിയ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ ട്രെയിൻ കടന്നുപോയതിനു ശേഷം പാലത്തിന്റെ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഉയർത്തി തീരസംരക്ഷണ സേനയുടെ ചെറുകപ്പൽ അടിയിലൂടെ കടത്തിവിടും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.